നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റിംഗ് ടൂറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ മലയാള സിനിമയുടെ ബാക്ക് ബോൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്റ്റുഡിയോ കോംപ്ലക്സ് ആണ്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടുത്തെ ഫിലിം മ്യൂസിയം എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ മലയാള ഫിലിമിൻ്റെ അല്ലെങ്കിൽ ഫിലിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ വന്നപ്പോൾ തൊട്ടുള്ള ഒരുപാട് ഹിസ്റ്ററി നമുക്ക് ആ മ്യൂസിയത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഡബ്ബിംഗ് സ്റ്റുഡിയോ, സൗണ്ട് റെക്കോർഡിംഗ്, ഇവിടുത്തെ ഇൻഡോർ ഔട്ട്ഡോർ ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുള്ള സെറ്റ് ഒക്കെ നമുക്കിവിടെ കാണാനുണ്ട്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. കം ഓൺ. ഇതാണ് ചിത്രാഞ്ജലി ഫിലിം മ്യൂസിയം. ഇന്ത്യയിൽ ഫിലിം വന്ന കാലഘട്ടം തൊട്ടുള്ള ഫിലിമിന് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാത്തരം ടെക്നോളജീസും അതിന് യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ഉപകരണങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഓവറോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പല തരത്തിലുള്ള ഫിലിംസ് ഉണ്ട്. ആ ഫിലിംസ് യൂസ് ചെയ്തിരുന്ന പ്രഗത്ഭരായ ഡയറക്ടേഴ്സ്, അവരുടെ സിനിമകളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ, ഓരോരോ എന്താ പറയുക, പ്രത്യേകം ഫോട്ടോസ്, അത് നമ്മളെ അത് ഓർമ്മിപ്പിച്ച് തരും ഇന്ന ഫിലിംസ്, ഇന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇന്ന കാലഘട്ടം, ഇതെല്ലാം കാണിച്ചു തരാൻ കഴിയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിലിം മ്യൂസിയമാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മലയാള സിനിമാ ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വേറിട്ട തരത്തിലുള്ള ഫിലിംസ്, അതിൻ്റെ ഒരു കളക്ഷന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് പല സൈസിലും പല കളർ കോമ്പിനേഷൻസിലുമാണ് ഈ ഫിലിംസ്. ഈ കാണുന്നത് വളരെ ഒഫീഷ്യൽ പേർപ്പസിന് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി പേർപ്പസിന് യൂസ് ചെയ്തിരുന്ന ചെറിയ ഫിലിംസാണ്. ഇതൊക്കെ പെട്ടെന്ന് ഇവർ ടെക്നോളജി മാറി. എന്നാൽ പോലും ഇത് 8mm പ്രിൻ്റാണ്. അതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 16mm അങ്ങനെ വളർന്നു വരുന്ന ഇതെല്ലാം തന്നെ ഡോക്യുമെൻ്ററീസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ പേർപ്പസിന് യൂസ് ചെയ്തിരുന്നതാണ്. ഇതൊക്കെ പെട്ടെന്ന് കാലഹരണപ്പെട്ടു പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഫിലിംസ്. അതിലാദ്യം കാണുന്നതെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾക്ക് യൂസ് ചെയ്തിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫിലിംസിൻ്റെ ഒരു സെറ്റാണ്. അവിടെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് വരുന്നത് ഈസ്റ്റ്മാൻ ഫിലിംസ് അല്ലെങ്കിൽ മൈസൂർ ഫിലിംസ് എന്ന് പറയപ്പെടുന്ന ഒരു ഫിലിം റേഞ്ചിലേക്കാണ്. അത് കുറച്ച് കളറിലേക്ക് മാറി. അവിടെ നിന്നും പ്യുവറായിട്ട് കളർ സിനിമകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണുന്ന വ്യത്യസ്തമായ ഫിലിംസാണ്, സിനിമകളിൽ യൂസ് ചെയ്യുന്ന ഫിലിംസാണ് ഈ കാണുന്ന എല്ലാം തന്നെ. ഈ കാണുന്നതാണ് 70mm ഫിലിം. 70mm ഫിലിം എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമകളിൽ യൂസ് ചെയ്തിരുന്ന ഫിലിംസാണ് 70mm ഫിലിംസ്. അപ്പോൾ ഇത്രയും തരത്തിലുള്ള ഫിലിംസ് നമ്മുടെ മലയാള സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 2014 മാർച്ച് വരെ ചിത്രാഞ്ജലിയിൽ ഫിലിംസ് യൂസ് ചെയ്തിരുന്നു. 2014 മാർച്ചോടെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഡിജിറ്റലൈസേഷൻ വന്നിട്ട് ഇപ്പോൾ ഇതൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കുന്നില്ല. മലയാള സിനിമയുടെ പിതാവ് അല്ലെങ്കിൽ മലയാളത്തിൽ സിനിമ എന്ന ഒരു കോൺസെപ്റ്റ് നമ്മളുടെ ഉള്ളിലേക്ക് എത്തിച്ച ആളാണ് ജെ.സി. ഡാനിയൽ സർ.
നമുക്കെല്ലാവർക്കും അറിയാം സെല്ലുലോയിഡ് എന്ന ഫിലിം കമൽ സാർ ചെയ്തത് ഇദ്ദേഹത്തിനെ കുറിച്ചായിരുന്നു. JC ഡാനിയൽ സാറിൻ്റെ ഹിസ്റ്ററി, എങ്ങനെ അദ്ദേഹം മലയാള സിനിമ ചെയ്തു എന്ന് നമുക്ക് ആ ഫിലിം നോക്കിയാൽ അറിയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ആക്ച്വലി കൊടുക്കുന്ന അവാർഡാണ് JC ഡാനിയൽ അവാർഡ്സ്. അതിനർഹരായ ഒരുപാട് പ്രമുഖർ മലയാളത്തിലുണ്ട്. അവരുടെ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ സിനിമ ബാലൻ, നമുക്കെല്ലാവർക്കും അറിയാം. 1938 ബാലൻ വന്നപ്പോൾ തൊട്ടുള്ള ആ ഒരു ചിത്രം വന്നപ്പോൾ തൊട്ടുള്ള മലയാളത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാൻ കഴിയും. ആദ്യത്തെ ഫിലിം, ആദ്യത്തെ മലയാള ഫിലിം, അത് ചെയ്ത ഡയറക്ടർ, അതിനുശേഷം ചിത്രാഞ്ജലി 1974 ഫുള്ളി ഫങ്ഷനിങ് ആയത്. 1974 തൊട്ട് ചിത്രാഞ്ജലിയിൽ ചെയ്ത ചിത്രങ്ങൾ, അതിൻ്റെ വ്യത്യസ്തമായ പിന്നെ കളർ ഫിലിംസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്ക് പോയൊരു കാലഘട്ടം, എല്ലാം നമുക്കിവിടുത്തെ ഈ ഒരു ഫോട്ടോസിൽ നിന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് സിനിമയിൽ റെക്കോർഡിങ്ങിന് യൂസ് ചെയ്തിരുന്ന ആംപെക്സ് റെക്കോർഡർ. നമുക്കെല്ലാവർക്കും അറിയാം, ഫിലിംസിൽ വീഡിയോയ്ക്കും സൗണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ക്യാമറയിൽ നാച്ചുറലി റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് വീഡിയോ ഒക്കെ പെട്ടെന്ന് ഒരുമിച്ച് നമുക്ക് കിട്ടും. പക്ഷേ പണ്ടത്തെ ടെക്നോളജി എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പോഴത്തേനേക്കാളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതിനുവേണ്ടി വ്യത്യസ്തമായ റെക്കോർഡിംഗ് സിസ്റ്റംസ് പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നു. അതിൽ ആംപെക്സ് റെക്കോർഡർ എന്ന് പറയുന്ന ഒരു റെക്കോർഡിംഗ് സിസ്റ്റമാണിത്. ഇതിൽ നിന്നും നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇതേപോലെ തന്നെ വ്യത്യസ്തമായ റെക്കോർഡിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഈ കാണുന്നത് മാഗ്ന സിങ്ക് റെക്കോർഡിംഗ് പ്ലേബാക്ക് സിസ്റ്റം. ഇതിൽ നിന്നും അപ്പുറത്തേക്ക് പോകുന്നത് ഡബ്ബർ, മാഗ്നടെക് ഡബ്ബർ. ഇതെല്ലാം റെക്കോർഡിങ്ങിന് യൂസ് ചെയ്തിരുന്ന വ്യത്യസ്തമായ റെക്കോർഡിംഗ് സിസ്റ്റംസ് ആയിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ റെക്കോർഡിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കാസറ്റ്സ് വരുന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്നൊരു സംഭവമുണ്ട്. അതാണ് ഡിസ്ക്, അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്ന ഡിസ്കുകളാണ് ഇതൊക്കെ. ഇതൊക്കെ പണ്ട് തൊട്ട് നമ്മൾ ഇവിടെ ചിത്രാഞ്ജലിയിലെ കളക്ഷൻസാണ്. ഇവിടെ ഇവർ യൂസ് ചെയ്തിരുന്ന ഡിസ്കുകൾ ഇപ്പോഴും അതേപോലെ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുവാണ്. അവിടെ നിന്ന് ഞാൻ എത്തുന്ന മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയിലേക്കാണ്. ഇത് സൗണ്ട് മിക്സർ. വാട്ട് ബെക്ക് സൗണ്ട് മിക്സർ എന്നാണ് ഈ സൗണ്ട് മിക്സറിൻ്റെ പേര്. ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് പേര് ഒരുമിച്ച് സംസാരിക്കുമ്പോഴും ഒരുമിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ സൗണ്ട് മിക്സർ എന്ന് പറയുന്നത് ഒരുപാട് ട്രാക്കുള്ള, അല്ലെങ്കിൽ ഒരേ സമയത്ത് ഒരുപാട് പേര് നിന്ന് റെക്കോർഡ് ചെയ്യേണ്ട സൗണ്ടുകൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സൗണ്ട് മിക്സറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു പല സിനിമകളും നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. യുദ്ധം, അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡ്, ഒരുപാട് കുതിരകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് കൂടുതൽ ക്രൗഡ് കൂടുന്ന തരത്തിലുള്ള ഒരുപാട് ഫിലിം നമുക്ക് പണ്ട് വന്നിരുന്നു. അതൊക്കെ എടുക്കാൻ യൂസ് ചെയ്തിരുന്നതാണ് ഈ സൗണ്ട് മിക്സർ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മോഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ. ഇനി നിങ്ങളുടേത് സ്വപ്നങ്ങൾ മാത്രമല്ല, മുത്തൂറ്റ് മിനി സ്വർണ്ണ വായ്പയിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. മുത്തൂറ്റ് മിനി സ്റ്റാൻഡ്സ് ബൈ യു ഓൾവേസ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഷോറൂം. ഗ്രാനൈറ്റ് 100-ൽ പരം കളറിലും ഡിസൈനിലും. ന്യൂ രാജസ്ഥാൻ മാർബിൾസ്, ഏറ്റുമാനൂർ, മലപ്പുറം, തിരുവനന്തപുരം, ചേർത്തല, കുട്ടിയം, ചിറയൻകീഴ്. ഇതാണ് മാഗ്ന സൗണ്ട് റീപ്രൊഡ്യൂസർ. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ സൗണ്ട് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. പണ്ടത്തെ ഒരു ഹിസ്റ്ററി നമുക്ക് ഇതിനകത്ത് മനസ്സിലായി. ഇനി ക്യാമറ
എന്ന് പറയുന്നൊരു വേറൊരു വലിയൊരു സെക്ഷനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ നിൽക്കുന്നത് ഡെഫിനറ്റ്ലി ഒരു ലൈറ്റിൻ്റെ ഫ്രണ്ടിലാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ എന്ന മാധ്യമത്തിൽ ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെളിച്ചമാണ് പലപ്പോഴും ഓരോ ഗതിവിഗതികളെ തന്നെ നിയന്ത്രിക്കുന്നത്. ഈ ലൈറ്റ് ഇവിടെ വ്യത്യസ്തമായ ലൈറ്റ്സിൻ്റെ കളക്ഷൻസ് പണ്ട് കാലം തൊട്ട്, അതായത് നമ്മുടെ സിനിമ വരുന്ന കാലം തൊട്ടുള്ള വ്യത്യസ്തമായ ലൈറ്റ്സിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ ഏറ്റവും വലുതിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത തന്നെ ഏറ്റവും ഫാർ ഡിസ്റ്റൻസ് ലൈറ്റിങ്ങിന് യൂസ് ചെയ്തിരുന്ന ലൈറ്റാണ്. അതായത് ഏറ്റവും അധികം ദൂരത്ത് വരെ പ്രകാശം എത്തിക്കുന്ന ലൈറ്റ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫാർ ഡിസ്റ്റൻസിൽ ലൈറ്റ് എത്തുമ്പോൾ അതേപോലെ തന്നെ ഇതിന് ചൂട് എത്തും എന്നുള്ളതാണ്. ഭയങ്കര ചൂടായിരുന്നു പണ്ടത്തെ ഈ ലൈറ്റിംഗ് സിസ്റ്റംസിന്. ഇപ്പോഴത്തെ ലൈറ്റിംഗ് സിസ്റ്റംസ് വളരെ കൂളാണ്, ലൈറ്റ് മാത്രമേ പോകുന്നുള്ളൂ, അതിൻ്റെ കൂടെ ചൂട് പോകുന്നില്ല. പക്ഷേ പണ്ടത്തെ ലൈറ്റ് ചൂട് അതേപോലെ തന്നെ നമുക്ക് ലഭ്യമാവും, നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുന്ന ഒരു തരത്തിലുള്ളൊരു ലൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകം സ്മരിക്കേണ്ടത്, അന്ന് ഇത്രയും ചൂടിൻ്റെ ഇടയിലും ഇത്രയും നല്ല രീതിയിൽ അഭിനയിച്ച നമ്മുടെ നടീനടന്മാരെയാണ്. കാരണം അവരെത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ട്, എത്രത്തോളം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് ബൂം മൈക്ക് എന്താണെന്നല്ലേ? ബൂം മൈക്ക് എന്ന് പറയുന്നത് ഫിലിം ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ മൈക്കിലൂടെയാണ് ആദ്യകാലത്ത് എല്ലാത്തരം സൗണ്ടും നമ്മൾ ആർട്ടിസ്റ്റ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോറസ് ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീം ഓഫ് പാട്ടുകാർ പാട്ട് പാടുന്നത് എല്ലാം ക്യാപ്ചർ ചെയ്തിരുന്നത് ഈ സംഭവമാണ്. സത്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പാടുന്ന ഒരാൾ കൈ പിടിച്ചുകൊണ്ടല്ല പാടുന്നത്, ഇതൊരു മെഷീൻ പോലെയാണ്. ഇത് ഇതിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു ടീമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് നിന്ന് പാടുകയാണെങ്കിൽ അവരുടെ അടുത്തേക്കൊക്കെ ഈ ബൂം മൈക്ക് കൊണ്ടുപോകുന്നതും അത് ദൂരേക്ക് കൊണ്ടുപോകുന്നതും സൗണ്ട് വേരിയേഷൻസ് വരെ ഇതിൻ്റെ മൂവ്മെൻറ്റിൽ കൺട്രോൾ ചെയ്തിരുന്ന ടെക്നീഷ്യൻസ് ആ സമയത്തുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്കൊരാൾക്കൊരു മൈക്ക് കൈ പിടിക്കാം, അതിലേക്ക് നമുക്ക് വേരിയേഷൻസ് സ്വയം ഉണ്ടാക്കാം. പണ്ട് അത് പറ്റില്ല, പാടുന്നവർക്ക് പാടാനേ പറ്റുള്ളൂ. ഈ സംഭവം കൺട്രോൾ ചെയ്തിരുന്ന ഒരു ടീമും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും വെച്ചാണ് നമ്മൾ ആ വേരിയേഷൻസ് കൺട്രോൾ ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയാവുന്നത് എന്താണ് മൂവി ക്യാമറ? ഈ മൂവി ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യകാലങ്ങളിൽ ട്രോളി യൂസ് ചെയ്തിരുന്നതിന് മുമ്പ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ക്യാമറയും കൂടെയാണിത്. അതായത് ഫുൾ നമുക്കിതിൻ്റെ ഒരു 360 ഡിഗ്രിയിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർട്ടിസ്റ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ക്യാമറ അതേ പൊസിഷനിൽ നമുക്ക് മൂവ് ചെയ്ത് അവരുടെ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ പോകുന്നത് മിഷേൽ ക്യാമറ എന്ന് പറയുന്ന മറ്റൊരു തരം ക്യാമറയിലേക്കാണ്. ഇതേപോലെ തന്നെ ഒരു ഇൻഡോർ ഷൂട്ടിങ്ങിനൊക്കെ വളരെയധികം യൂസ് ചെയ്തിരുന്ന ക്യാമറയാണ് മിഷേൽ ക്യാമറ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാമറയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ ഷൂട്ടിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് വെള്ളത്തിനകത്ത് കൊണ്ടുപോയിട്ട് വേണമെങ്കിലും ഈ ക്യാമറ ഷൂട്ട് ചെയ്യാം. ഇതിന് ഒന്നും പറ്റില്ല, വെള്ളം കയറില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ മുകളിൽ വെച്ചേക്കും, വെള്ളത്തിന് മുകളിൽ വെച്ചേക്കും. ഈ ഭാഗം വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് മീൻ അങ്ങനെയൊക്കെയുള്ള കടലിനടിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ക്യാമറയാണ് മിഷേൽ ക്യാമറ. ഈ ഒരു കണ്ണാടിക്കൂട്ടിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊജക്ടേഴ്സും ക്യാമറാസും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഡോക്യുമെൻറ്റേഷനും അല്ലെങ്കിൽ സർവേ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന 8mm ഫിലിംസ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ഫിലിംസാണ്.
അതിന് പ്രൊജക്ഷന് യൂസ് ചെയ്തിരുന്ന പ്രൊജക്ടറാണ് ഇവിടെ കാണുന്ന 8mm പ്രൊജക്ടർ. അതിൽ നിന്നും 9mm പ്രൊജക്ടർ, അങ്ങനെ വ്യത്യസ്തമായ പ്രൊജക്ടേഴ്സ്. ഇതിൻ്റെ പേര് സിനി പൈലാഡ് എന്നാണ്. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ പേർപ്പസിന് യൂസ് ചെയ്തിരുന്നതാണ്. ഇതൊക്കെ ഓരോ ഫിലിംസിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന എല്ലാത്തിൻ്റെ ഒരു കളക്ഷനാണ്. ഇവിടെ കാണുന്നതൊക്കെ ക്യാമറാസാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാമറാസ്. അങ്ങനെ വ്യത്യസ്തമായ കളക്ഷൻസാണ് ഇതിലുള്ളത്. ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിംഗ് മെഷീൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ്, അതായത് 35mm ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസും പിന്നീട് 16mm കളർ ഫിലിംസും അന്നത്തെ ടെക്നീഷ്യൻസ് ഇതുവഴിയാണ് പ്രിൻ്റ് എടുത്തിരുന്നത്. ഈ കാണുന്നതാണ് സ്റ്റീൻബെക്ക് എഡിറ്റിംഗ് എക്യുപ്മെൻറ്റ്. ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചാണ് നമ്മൾ എഡിറ്റ് ചെയ്തിരുന്നത്. ഇവിടുത്തെ ഒരു കൗണ്ട് വെച്ചാണ് ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക ഫിലിമിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ 24 എന്നുള്ളത് നോർമൽ സ്പീഡും അതിന്ന് കൂടി വരുമ്പോൾ അത് സ്ലോ മോഷനിലേക്കും പോകും. ഈ സ്റ്റീൻബെക്ക് എഡിറ്റിംഗ് എക്യുപ്മെൻറ്റിൽ നിന്ന് നമ്മൾ അടുത്ത് എത്തുന്നതെന്ന് പറയുന്നത് മോവിയോള 3-way എഡിറ്റിംഗ് എക്യുപ്മെൻ്റ് എന്നായിരുന്നു. ഇതിനകത്ത് 3 ട്രാക്കാണ്. ഈ 3 ട്രാക്കിൽ നിന്നും ഔട്ടായി വരുന്ന ഫിലിം അതിനെ എടുത്ത് മോവിയോള 2-way എഡിറ്റിംഗ് എക്യുപ്മെൻറ്റിൽ യൂസ് ചെയ്ത് ഇവിടെ നിന്നാണ് ആക്ച്വലി നമുക്ക് ആ ഫിലിം, ഈ 16 പ്രോസസ്സാണ് ഇതിന് മുന്നേ നടക്കുന്നത്. 16 പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഫിലിം നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്. അതുവരെ എന്താ പറയുക, ഡയറക്ടറിനും തിരക്കഥാകൃത്തിനും മാത്രമേ അറിയൂ ആ ഫിലിം എങ്ങനെയായിരിക്കുമെന്ന്. അത് എന്തായിരിക്കും അതിൻ്റെ കോമ്പിനേഷൻ എന്ന് ഇവിടെ വരുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇവിടെ നിന്നും നമ്മൾ കാണുന്ന ഫിലിം എന്ന ഒരു എന്താ പറയുക ശരിയായ സിനിമ ഔട്ട്പുട്ട് വരും. അപ്പോൾ നമ്മുടെ മോവിയോള 2-way എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ്, എഡിറ്റിംഗ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ഫിലിം റീൽ നമ്മൾ ഈ പ്രൊജക്ടറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊജക്ടറിൽ ഈ ചേംബറിൽ ഈ ഫിലിം റീൽ അറ്റാച്ച് ചെയ്യും. ഇതിലേക്ക് കണക്ട് ചെയ്ത് അത് താഴത്തെ ചേംബറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഏരിയ പാസ് ചെയ്താണ് താഴേക്ക് വരുന്നത്. ഈ പ്രൊജക്ടറിൻ്റെ പ്രത്യേകത ഇത് 16mm ആർക്ക് ലാമ്പ് പ്രൊജക്ടർ എന്നുള്ളതാണ്. ആർക്ക് ലാമ്പ് പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു മെർക്കുറി ലാമ്പാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മെർക്കുറി ലാമ്പിൽ നിന്നും വരുന്ന ലൈറ്റ് പുറത്തേക്ക് വന്ന് ഈ ഒരു ലെൻസ് വഴി ഈ ഒരു ഫിലിമിലേക്ക് വരും. ഇതുവഴി ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫിലിമിലെ മൂവി അല്ലെങ്കിൽ അതിനകത്തുള്ള മൂവ്മെൻറ്റാണ് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്നത്. ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഫിലിം ഉണ്ടാക്കാൻ ഇപ്പോൾ നമുക്ക് ടെക്നോളജി വളരെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്, വളരെ പെട്ടെന്ന് നമുക്ക് ടെക്നോളജി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓൾഡ് ഫിലിംസ് എടുത്തിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനം ഉണ്ടായിരുന്നു. ഒരു വലിയ എന്താ പറയുക ഒരു സെറ്റ് ഓഫ് പീപ്പിൾ. നമുക്കറിയാം ഇതിന് പുറകിലുള്ള അധ്വാനം, അതിൻ്റെ ആ ഒരു ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും നമുക്ക് ഈ ഒരു മ്യൂസിയം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ കാണുന്ന സ്പീക്കറാണ് ആദ്യകാലം ഫിലിമിൽ നമ്മൾ കാണുന്ന വൈഡ് സ്ക്രീനിൻ്റെ ബാക്കിൽ സൗണ്ടിന് വേണ്ടി, ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പീക്കിംഗ് സിസ്റ്റമാണിത്, ഭയങ്കര സൗണ്ടാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വലിയ തിയേറ്ററിലാണെങ്കിലും ഈ ഒരു സ്പീക്കറാണ് കംപ്ലീറ്റ് സൗണ്ട് സിസ്റ്റം മാനേജ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചിത്രാഞ്ജലി ഫിലിം മ്യൂസിയം കണ്ടു കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇനിയും ചിത്രാഞ്ജലിയെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിലാവാം. ഇനി നമ്മുടെ ടേസ്റ്റിംഗിലേക്ക്. തിരുവനന്തപുരത്തിന്റെ IT നഗരമായ കഴക്കൂട്ടത്തെ ഹൈടെക് ഷോപ്പിംഗ് വിസ്മയം. 30 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ AC, LED TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഉദയ ഇലക്ട്രോണിക്സ്, അപ്ലയൻസസ്, ഫർണിച്ചർ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഷോറൂം. ഗ്രാനൈറ്റ് 100-ൽ പരം കളറിലും ഡിസൈനിലും. ന്യൂ രാജസ്ഥാൻ മാർബിൾസ്, ഏറ്റുമാനൂർ, മലപ്പുറം, തിരുവനന്തപുരം, ചേർത്തല, കുട്ടിയം, ചിറയൻകീഴ്. ടേസ്റ്റിംഗ് ടൂറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ടേസ്റ്റിംഗ് ലൊക്കേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തൈക്കാട് എന്ന, അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള സ്ഥലമാണ് തൈക്കാട്. തൈക്കാടുള്ള വളരെ പ്രശസ്തമായ വീട് എന്ന പേരുള്ള ഹോട്ടലിലാണ് ഇന്ന് നമ്മുടെ ടേസ്റ്റിംഗ് ടൂർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ നമ്മുടെ വളരെ സീനിയറായ ഒരു കുക്ക് രാമദാസ് ചേട്ടനുണ്ട്. രാമദാസ് ചേട്ടൻ നമുക്ക് വേണ്ടി എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ഹോട്ടൽ വീടിൻ്റെ കിച്ചണിലാണ് ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത്. നമ്മുടെ രാമദാസ് ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടാ, എന്താണ് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തോരൻ. ആദ്യം ചിക്കൻ തോരൻ. ഓക്കെ, അപ്പോൾ ചിക്കൻ തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ പറയാമല്ലോ. ആദ്യമായിട്ട് ഇഞ്ചി, ചോപ്പ് ചെയ്ത ഇഞ്ചി, ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ചോപ്പ് ചെയ്ത പച്ചമുളക്, കരിവേപ്പില, വറ്റൽ മുളക്, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചോപ്പ് ചെയ്ത ഉള്ളി, പിന്നെ വെളിച്ചെണ്ണ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. ചിക്കൻ. ഇതിപ്പോ എത്ര കിലോ ചിക്കൻ ഉള്ള? ഇതിപ്പോ ഒരു ഒന്നര കോഴിയാണത്. 1.5 കോഴി കംപ്ലീറ്റ്. ഞങ്ങൾ കിലോ കണക്കല്ല, ഞങ്ങള് കോഴി കണക്കാണ്. 1.5 കോഴി. ആ, എല്ലാം സ്ലോ ഫ്ലെയറിൽ വേണം ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ലോ. ഇത് വെളിച്ചെണ്ണ. 4.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം കടുകിടുക. കടുക് ചൂടായതിനു ശേഷം അപ്പോൾ എണ്ണ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ കടുക് പൊട്ടിക്കും. അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. അപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ചിക്കൻ തോരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മീൻ തോരൻ പോലെ നല്ല തേങ്ങ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ ആ ഒരു മെയിൻ പാർട്ട് പറഞ്ഞിട്ടില്ല. തേങ്ങ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. എണ്ണ ഏകദേശം തിളച്ച് വരുന്നുണ്ട് അല്ലേ? ഇത്തിരി കൂട്ടി വയ്ക്കാം, ചൂടായി കഴിഞ്ഞിട്ട് കുറയ്ക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ എണ്ണ ചൂടായി കടുക് പൊട്ടിക്കുകയാണ്. എത്ര ഇട്ടുമ്പോൾ അറിയാം? 1/2 ടേബിൾ സ്പൂൺ. 1/2 ടേബിൾ സ്പൂൺ കടുക്. അടുത്ത് ഓക്കെ, വെളുത്തുള്ളി ഇട്ടു. ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി, ഇത് മാത്രം 2 ടേബിൾ സ്പൂൺ ചില്ലി, അതായത് 3 ടേബിൾ സ്പൂൺ പച്ചമുളക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. 6 വറ്റൽ മുളക്. 6 വറ്റൽ മുളക് നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ഇട്ടിരിക്കുകയാണ്. ഇനി ഒരു കറിവേപ്പില. ഓക്കെ, അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. ഇതിലാണ് നമ്മൾ ചോപ്പ് ചെയ്ത ഓണിയൻ ഇടാൻ പോകുന്നത്. ഓക്കെ, ചോപ്ഡ് ഓണിയൻ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് കിട്ടും. ഇല്ല, അത് ഒരുപാട് ഇങ്ങനെ ബ്രൗൺ ആവണ്ട. ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ 1 സ്പൂൺ ഉപ്പിടുക. ഇതിൽ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അര അല്ലെങ്കിൽ 3/4 കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടണം. ഈ പരുവത്തിൽ വേണം ചിക്കൻ ഇടാൻ. ഒന്ന് വഴണ്ടിട്ടേ ഒരുപാട് ഇങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടില്ല. ഒന്ന് വഴണ്ട് വന്ന സമയത്ത് മഞ്ഞളിട്ട് ചിക്കൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് ചേട്ടൻ ഈ കോമ്പിനേഷൻ വെച്ചൊന്ന് ഇളക്കി ഒന്ന് പാകമായിട്ടുണ്ട്. അടുത്ത് അപ്പോൾ ഈ എണ്ണ ഊറി വരുന്ന സമയത്ത് എണ്ണ ഊറി വരുന്നുണ്ട്. ഓക്കെ, 1 സ്പൂണോ 1.5 സ്പൂണോ ജീരകം ഇട്ടേക്കും. ഒരു 1.5 സ്പൂൺ ജീരകമാണ് ചേട്ടന് പരത്തിട്ടത്. നന്നായിട്ട് എന്താ പറയുക, എണ്ണ ഊറി വരുന്നത് 2-2.5 മിനിറ്റ് വെച്ചേക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നടുക്ക് ഇതൊന്ന് എന്താ പറയുക, ചിക്കൻ ചുറ്റും ഒന്ന് മാറ്റി കഴിയുമ്പോൾ എണ്ണ ഊറി ഇറങ്ങി വരുന്നുണ്ട്. ആ എണ്ണയിലേക്കാണ് ഒരു 1.5 സ്പൂൺ ജീരകം ചേർന്നിട്ടിരിക്കുന്നത്. അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം അങ്ങനെയൊന്നും ഒഴിക്കുന്നില്ല. ഇല്ല, അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് അല്ലേ? പിന്നെ ഒബ്വിയസ്ലി ചിക്കൻ്റേതായ ഒരു വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അതിന് സ്വയം വേവാനുള്ള വാട്ടർ അതിൽ തന്നെ ഉണ്ട്. അല്ല, നമ്മളത് നേരത്തെ ഊറ്റി വെക്കുമ്പോൾ ആ വെള്ളം ഒരുവിധം വെള്ളം ആ ഇതിൻ്റെ ബ്ലഡിൻ്റെ വെള്ളമൊക്കെ പോകും. അപ്പോൾ ഒറിജിനൽ വെള്ളം അതിൽ ഉണ്ടാവുള്ളൂ. അതാണ് കാര്യം. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കണം. ചേട്ടൻ ഈ ഒരു മിക്സിനകത്ത് ജീരകവും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ജീരകം ഒന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് ആയി കഴിഞ്ഞപ്പം സത്യത്തിൽ ചിക്കൻ ഓൾറെഡി വെന്ത് കഴിഞ്ഞു.
ഇതിലേക്കാണ് ഇപ്പോൾ നന്നായിട്ടൊരു ബൗൾ തേങ്ങ തിരുമ്മി വെച്ചിരുന്നു അത് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് ശകലം മസാലപ്പൊടി, ഗരം മസാല, അല്ലേ? ഗരം മസാല ഒരു സ്പൂൺ, ഒരുപാട് പാടില്ല, ശകലം, ടേബിൾ സ്പൂൺ, അല്പം ഗരം മസാല. ഇത് തോരനായതുകൊണ്ട് ഒരുപാട് ഗരം മസാല ഇട്ടാലും അത് വല്ലാത്തൊരു. ഇതിപ്പോൾ നമ്മുടെ നാടൻ തോരനായി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ ഒരു 5 minutes ഒക്കെ വെച്ച് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇവിടെ പക്ഷേ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചേട്ടാ എനിക്കൊരു അല്പം. ആഹാ, സോ ബ്യൂട്ടിഫുൾ. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു യെല്ലോയിഷ് കളർ ചിക്കൻ. അധികം നമ്മൾ എപ്പോഴും ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ കോമ്പിനേഷൻസ് കുറച്ചുകൂടെ ഒരു ബ്രൗണിഷ് ആയിരിക്കും. അപ്പോൾ അത് എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോയിഷ് ആണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ കുറച്ചുകൂടെ കളർഫുള്ളാണ്, യെല്ലോയും ഗ്രീനും വൈറ്റും എല്ലാം കൂടി ചേർന്നിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് I'll tell you. വാവ്, സൂപ്പർ. ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ഒരു ചിക്കൻ ഡിഷ് ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്, ചിക്കൻ തോരൻ. ടേസ്റ്റിംഗ് ടൂറിൻ്റെ ഈ ഒരു എപ്പിസോഡിലെ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.